ജാറം മൈതാനിയിൽ വലിയ നേർച്ചയ്ക്ക് സമാനമായി ജനക്കൂട്ടമെത്തി നാടിന്റെ പുണ്യമായ ഔലിയ യാഹൂം തങ്ങൾ ഉപ്പാപ്പയുടെ ജാറമുറ്റത്ത് ജനം ജാതിയും മതവുമെല്ലാം മറന്നാണ് ആഹ്ലാദം തുളുമ്പുന്ന മനസ്സോടെ ഒരുമിച്ചത്. വൈകിട്ട് 5 മണിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പൂഴിക്കുന്ന് വെള്ളാമശ്ശേരി തെക്കേപ്പാട്ട് അഡ്വക്കേറ്റ് ശങ്കരൻ നമ്പീശിന്റെ തറവാട്ടിൽ നിന്നാണ് മുളയെത്തിച്ചത്. അസർ നമസ്കാരത്തിനു ശേഷം മക്ബറയിൽ കൊടിയെത്തിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. തുടർന്ന് നേർച്ച കമ്മിറ്റി ഭാരവാഹികളും മറ്റും ചേർന്ന് കൊടി അമ്പാട്ട് തറവാട്ടുകാർക്ക് കൈമാറി. അമ്പാട്ട് വിജയന്റെ നേതൃത്വത്തിൽ തറവാട്ടിലെ അംഗങ്ങളായ അറുമുഖൻ, കുമാരൻ, രവി, സുനിൽ, രാജൻ, തിലകൻ, സുരേഷ്, ശ്രീകണ്ഠൻ എന്നിവർ ചേർന്ന് കൊടിയേറ്റി. ഈ സമയം നൂറുകണക്കിന് ആളുകൾ കൊടിയിലേക്കും ജാറത്തിലേക്കും നോക്കി യാഹൂം തങ്ങൾ ഔലിയായെ മനസ്സിൽ ധ്വനിച്ച് പ്രാർത്ഥനയോടെ നിന്നു. കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അമ്പാട്ട് കുടുംബങ്ങൾ പറഞ്ഞു. നേർച്ച വളരെ ആഘോഷപൂർവ്വം തന്നെ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്നും 10 ഗജവീരന്മാർ വലിയ കൊടിയേറ്റത്തിന് ഉണ്ടാവുമെന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നേർച്ച കമ്മിറ്റി ചെയർമാൻ കല്ലിങ്ങൽ സിദ്ദീഖ്, കൺവീനർ KP ബാപ്പു, T ഷാജി, മനോജ് പാറശ്ശേരി, പിമ്പുറത്ത് ശ്രീനിവാസൻ, CP ബാപ്പുട്ടി, ഷുക്കൂർ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 5-നാണ് വലിയ കൊടിയേറ്റം. ഇതോടെ നാടിന്റെ വലിയ ഉത്സവങ്ങളിലൊന്നായ നേർച്ച ആരംഭിക്കും. ഈ ചാനൽ ന്യൂസ് തിരൂർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.